നോൺ വെജ് കൂടുതൽ, പ്രോട്ടീൻ അംശം കൂടുതൽ. ആ കൂടുതൽ വന്നവർക്ക് എന്താ ബുദ്ധിമുട്ടാകുന്നത്? സ്റ്റോൺ എടുത്തല്ല ബുദ്ധിമുട്ട് വരുന്നത്. സ്റ്റോൺ നെക്സ്റ്റ് കോമണസ്റ്റ് ആയിട്ട് വരുന്നത് കിഡ്നിയിൽ ഇല്ല മൂത്രകോശത്തെ കല്ലാണ്. കിഡ്നി കല്ലുകൾ ഒരു 100 ആളുണ്ടായാൽ 100-ൽ 10 ആൾക്കും കല്ലുണ്ടാവും. ഈ കല്ല് 10% എന്തുകൊണ്ടാണ് ഇത്ര ഹൈ പെർസെന്റേജ് പറഞ്ഞാൽ മെജോറിറ്റി ഡയറ്റിന്റെ പ്രശ്നമാണ്. ഡയറ്റിൽ എന്താ നോൺ വെജ് കൂടുതൽ, പ്രോട്ടീൻ അംശം കൂടുതൽ. ആ കൂടുതൽ വന്നവർക്ക് എന്താ ബുദ്ധിമുട്ടാകുന്നത്? യൂറിക് ആസിഡ് കൂടും. ഈ യൂറിക് ആസിഡ് കിഡ്നിയിൽ ഫിൽട്ടർ ആയിട്ട് മൂത്രത്തിൽ പോകുമ്പോൾ അത് അവിടെ കിഡ്നിയിൽ ഇരുന്നിട്ട് മൂത്രകോശത്തിൽ ഇരുന്നിട്ട് കല്ലായി മാറും. ഇതാണ് കോമണസ്റ്റ് ആയിട്ട് ആകുന്നത്. ഇനി എങ്ങനെയാ പ്രിവെൻഷന് നമ്മളെ നോൺ വെജ് ഭക്ഷണം പ്ലസ് പൾസസ് കടല പയർ അങ്ങനത്തെ പറയുന്നത് അതിനെ കുറച്ച് കുറക്കണം. പ്ലസ് ആവശ്യമുണ്ടവർ യൂറിക് ആസിഡിന്റെ ടാബ്ലറ്റ് എടുക്കണം. എന്നാലേ ഈ സ്റ്റോൺ വരുന്നത് നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റോൺ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറെ ആൾ പറയും ഈ സ്റ്റോൺ വന്നാൽ എടുക്കാൻ പാടില്ല, എടുത്താൽ ബുദ്ധിമുട്ട് വരും. സ്റ്റോൺ എടുത്താലല്ല ബുദ്ധിമുട്ട് വരും. സ്റ്റോൺ അവിടെ വിട്ടിട്ട് അത് കിഡ്നിയിൽ ബ്ലോക്ക് ആയിട്ട് കിഡ്നിനെ ബാധിക്കും. കിഡ്നിയുടെ പ്രവർത്തനം പോവും, കിഡ്നി ഫെയിൽ വരെ സാധ്യതകളുണ്ട് സ്റ്റോൺ അങ്ങനെ വിട്ടാൽ.